കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ജാം ഇനി വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ? വരൂ. മീഡിയം സൈസിലുള്ള 3 പഴുത്ത പൈനാപ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി മിക്സിയിൽ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കാം. അപ്പോൾ അരിച്ച് എടുത്ത 3.5 കപ്പ് പൈനാപ്പിളിൻ്റെ ജ്യൂസാണ്, പ്യൂരിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിനി പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിച്ചെടുത്തതാണ്. നമുക്കിനി പാൻ സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടാൻ നമുക്കതിലേക്ക് പ്യൂരി ഒഴിക്കാം. നമുക്കിനി ഇത് ഇളക്കാം. അതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ 3.5 കപ്പ് പൈനാപ്പിളിൻ്റെ പ്യൂരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് 3 കപ്പ് പഞ്ചസാരയാണ്. കാരണം പൈനാപ്പിളിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ടാണ് 3 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇതിലേക്ക് നന്നായി മിക്സ് ആകുന്നത് വരെ ഇളക്കുക. ഇല്ല എങ്കിൽ കരിയും, അടിയിൽ പഞ്ചസാര കിടക്കും. ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു കഷ്ണം പട്ടയാണ്, കറുവാപ്പട്ട. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തിളയൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്കാക്കി വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി തിക്കാകാനുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗണിഷ് നിറത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഇവിടെ ഏകദേശം ഞാൻ 1 ടേബിൾ സ്പൂൺ അടുത്താണ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. തീ സ്ലോ ഫയറിലാകാൻ ശ്രദ്ധിക്കുക. നന്നായി ഇളക്കുക. അപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അത് തിക്കാകും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യുന്നതെങ്കിൽ അത് വീണ്ടും ഡബിളായിട്ട് തിക്കാകും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം ഇവിടെ സെറ്റായിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം അത് തണുത്തപ്പോഴാണ് ഇത്രയും തിക്കായത്. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്ന് നോക്കി നിങ്ങൾ അതിനനുസരിച്ച് പാകത്തിന് തയ്യാറാക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ബ്രെഡിലാണെങ്കിലും ചപ്പാത്തിയിലാണെങ്കിലും നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ ഈസി ആയിരിക്കും, ഹാർഡായിരിക്കത്തില്ല. ഒരു 5-6 മണിക്കൂറും കൂടെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി അത് തിക്കാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേണം അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട്. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. പൈനാപ്പിൾ ജാം ഇവിടെ ബോട്ടിലാക്കിയിട്ടുണ്ട്. 2 തൊട്ട് 3 മാസം വരെ ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്